അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പ്രവാസികളെ, പ്രവാസം നിങ്ങൾക്ക് സന്തോഷമാണോ നൽകുന്നത്, ദുഃഖമാണോ നൽകുന്നത്? നിങ്ങൾ ഒരു പ്രവാസിയാണോ? നിങ്ങൾ എന്തുകൊണ്ട് പ്രവാസിയായി? നിങ്ങൾ ജോലി തേടി പ്രവാസത്തേക്ക് വരാനുള്ള കാരണമെന്ത്? നിങ്ങൾ വരുമ്പോഴുള്ള ആ കാരണം നിങ്ങളുടെ ലക്ഷ്യം നേടിയോ ഇല്ലയോ? ഈ മരുക്കാട്ടിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിനോട് വിട ചെല്ലാൻ ആയോ ഇല്ലയോ? താല്പര്യം ഉണ്ടോ ഇല്ലയോ? കണ്ണീരും കിനാവും സമ്മാനിച്ചാണ് നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് വന്നതെങ്കിൽ നിങ്ങൾ കണ്ണീര് തുടച്ചോ? കിനാവുകളെല്ലാം യാഥാർത്ഥ്യമായോ? പരിഹാരം കണ്ടെത്തിയോ? അതല്ല, പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ നീണ്ടു പോവുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പതിറ്റാണ്ടുകളായി പ്രവാസം തുടങ്ങിയിട്ട്, മനുഷ്യോൽപത്തി മുതൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യൻ പ്രവാസിയാണ്. സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവന്റെ ആവശ്യങ്ങൾ തേടിക്കൊണ്ട് അവൻ സഞ്ചരിക്കുകയാണ്. അഷ്ടദിക്കുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിൽ പലതായ ലക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തർക്കും. ആ ലക്ഷ്യങ്ങൾ പലരും നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രവാസ ജീവിതം സുഖമുള്ളതാണോ ദുഃഖമുള്ളതാണോ നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. പ്രവാസം ദുഃഖമായിരിക്കാം, പക്ഷേ വ്യക്തിപരമായി നോക്കുമ്പോൾ പലർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രവാസം ഇതിലൂടെ പലർക്കും പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ പ്രവാസം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ? ആ കണ്ണീരൊപ്പൽ തന്നെയല്ലേ നിങ്ങളുടെ പ്രവാസത്തിന്റെ വലിയ ഒരു വിജയം? ഭൗതികതയോടുള്ള അതിപ്രസരമാണ് എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിതത്തിൽ വിജയം വരിക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അതിനേക്കാൾ മികച്ചത് എനിക്കും ചെയ്യണം എന്ന ആഗ്രഹത്തോടെയും മോഹത്തോടെയും കൂടിയാണ് പലരും ചെലവഴിക്കുന്നത്. വലിയ വലിയ ആഡംബര വീടുകളും വലിയ വലിയ മൊബൈലുകളും ലക്ഷറി വാഹനങ്ങളുമാണ് പലരും കടമായിട്ട് പോലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? സുഖാഡംബരങ്ങൾക്ക് വേണ്ടി. അതിന്റെ പേരിൽ കടങ്ങൾ വാങ്ങിക്കൂട്ടി പ്രയാസപ്പെടുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഗൾഫ് പ്രവാസ ജീവിതം ആത്മീയതയുടെ മൂശയിലിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ സാധിക്കും. അത് യാഥാർത്ഥ്യമാണ്. ജീവിക്കേണ്ടത് എങ്ങനെയാണോ ആ രൂപത്തിൽ ജീവിക്കണം. നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ചിലപ്പോൾ കിട്ടിയിരിക്കാം, ഇല്ലാതിരിക്കാം. കിട്ടുന്ന ശമ്പളം കൊണ്ട് മനസംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. കിട്ടുന്ന സമ്പത്ത് എത്രയാണോ അതിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാകും. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കാനിരുന്നാലോ നിങ്ങളുടെ ജീവിതം എന്നും ദുഷ്കരവും ദുഃഖകരവും ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കുക. നന്മയുടെയും കാരുണ്യത്തിന്റെയും 100,000 വാതിലുകളാണ് പ്രവാസികൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ വാതിലാണ് ഓരോ പ്രവാസിയുടെയും വിജയരഹസ്യത്തിന്റെ താക്കോൽ എന്നതും നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാലം പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടും പച്ച പിടിക്കാത്തവരിലെ നമ്മളെ കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും അവരിൽ നിരവധി കാരുണ്യമായ പ്രവർത്തനങ്ങൾ, നിരവധി ആളുകൾക്ക് അത്താണിയാകാൻ സാധിച്ചത് എത്രയോ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. നമ്മൾ സ്വന്തം വീട് എന്ന് പറഞ്ഞ് കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ സ്വന്തം
മായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എങ്കിൽ പോലും നിരവധി ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനും വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനും കുടുംബജീവിതത്തിലേക്കുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനും നിരവധി പ്രവാസികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയല്ലേ. ജീവിതം കരപിടിച്ചാലും ഇല്ലെങ്കിലും പ്രവാസ ജീവിതം വ്യക്തിപരമായി പലരെയും ശുദ്ധമാക്കിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ എല്ലാവരെയും ശുദ്ധമാക്കി എന്ന് നമ്മൾ പറയുന്നില്ല. പ്രവാസ ജീവിതം പലരെയും മോശത്തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും നിരവധി ആളുകൾക്ക് അല്ലെ ശുദ്ധരാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജന്മനാട്ടിൽ നിന്ന്, അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കാത്ത പല അവസരങ്ങളും പ്രവാസ ലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. നല്ല നിലയ്ക്ക് ജീവിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മസംസ്കരണം ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നിരവധി അവസരങ്ങളാണ് ഓരോ പ്രവാസിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനും യാതൊരു തടസ്സങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇല്ല. കൃത്യമായി 5 നേരം നിസ്കരിക്കാനും പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പോലും സദസ്സുകളും പള്ളികളും അതിനുള്ള അവസരങ്ങളും നിരവധി ഉണ്ട്. മാത്രമല്ല നിരവധി ആത്മീയ സദസ്സുകളാണ് ഓരോ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എന്നും പോലെ നടക്കുന്ന സദസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഉപയോഗപ്പെടുത്തിയവൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. റമളാനിൽ ഏറ്റവും ഗുണകരം ഗൾഫിലാണെന്ന് പലരും പറയാറുണ്ട്. കാരണം എന്താണ്? എല്ലാ നിലക്കും ആരാധനക്ക് വളരെ വളരെ സുഖകരമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ. 6 മണിക്കൂറാണ് ജോലി ഉണ്ടാവുക. ഈ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള 18 മണിക്കൂറും അവനിക്ക് ആരാധനകൾ കൊണ്ട് മുഴുകാൻ അവസരങ്ങൾ ലഭിക്കുന്നു. സാമ്പത്തികപരമായ ഈ നിരവധി ആളുകൾക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അറബ്യൻ മണൽക്കാറ്റിന്റെ ചൂടേറ്റുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒട്ടുമിക്കാൽ സ്ഥാപനങ്ങളും വളർന്നു വന്നിരിക്കുന്നത്. ഓരോ സ്ഥാപനത്തിന്റെയും ചുമരുകൾ പറയും ഇന്നാലിന്ന മണ്ണിലെ അറബി നാട്ടിലെ മണൽക്കാറ്റാണ് എന്നിൽ സ്പർശിച്ചത് എന്ന് ഓരോ ചുമരും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും. എന്തേ കാരണം? തുച്ഛം ശമ്പളത്തിന് വാങ്ങുന്ന മലയാളികളായ നിരവധി ആളുകളുടെ സഹായങ്ങളാണ് ആ ചുമരുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. റമളാനിന് മുന്നോടിയായി നമ്മുടെ മഹല്ലുകളിൽ നിന്ന് പലപ്പോഴും പ്രവാസ ലോകത്തേക്ക് വലുതായ രൂപത്തിലുള്ള കത്തുകൾ വരും. സ്വന്തം വീടിന്റെ ഫ്ലോറിങ്ങിന്റെ പണി നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു സന്ദേശം നാട്ടിൽ മഹല്ലിൽ നിന്ന് സന്ദേശങ്ങൾ വരുമ്പോൾ എന്ത് സന്ദേശങ്ങളാണ് വരുന്നത്? നാട്ടിൽ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് കുറച്ച് കേടുവന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റണം എന്ന് സന്ദേശം വരുമ്പോത്തിന് സ്വന്തം വീടിന്റെ അവസ്ഥയും കുടുംബത്തിന്റെ അവസ്ഥയും ചിന്തിക്കാതെ ഈ പാവപ്പെട്ട പ്രവാസി തന്റെ മഹല്ലിലെ പള്ളിയിലേക്ക് തന്നാൽ ആകുന്ന കാർപ്പറ്റ് വിരിക്കാനുള്ള വിഹിതം അവന് അയച്ചു കൊടുക്കുന്നു. അവന് അവസരം കിട്ടിയത് എന്തുകൊണ്ടാണ്? പ്രവാസിയായത് കൊണ്ടാണ് കിട്ടുന്നത്. മാത്രമല്ല മഹല്ലിലെ റിലീഫ് പ്രവർത്തനത്തിലും മറ്റു മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനത്തിലും ഒക്കെ അവൻ ഭാഗവാക്കാകുന്നു. മാത്രമാണോ? അല്ല. ഒരുപക്ഷെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നാട്ടിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ദീനീ സ്ഥാപനങ്ങളും മറ്റുമായി ഇരിക്കും അധികം ബന്ധമുണ്ടാവുക. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അവരാണോ? അല്ല. എല്ലാ കേരളത്തിലെയും മറ്റു ഇതര സംസ്ഥാനങ്ങളിലെയും എല്ലാ ദീനീ സ്ഥാപനങ്ങളുമായി ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ആ ബന്ധങ്ങളിലൊക്കെ അവനാൽ കഴിയുന്ന സേവനങ്ങൾ അവന് ചെയ്യാൻ അവസരം കിട്ടുന്നു. ഇതൊക്കെയല്ലേ പ്രവാസം കൊണ്ട് കിട്ടിയ നേട്ടം. ഇതുപോലെ എത്രയെത്ര നേട്ടങ്ങൾ. മാത്രമാണോ? ഒരു പ്രവാസിയെ സംബന്ധിച്ച് മിക്ക പ്രവാസികൾക്കും കഴിയുന്ന ഒന്നാണ് ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, സ്ഥിരമായി നാട്ടിൽ വസിക്കുന്ന ഒരാളാണെങ്കിൽ
ഒരു കട്ടൻ ചായ പോലും നല്ല നിലക്കുണ്ടാക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ പലരെയും ഒരു ഗ്ലാസ് അരിയിട്ടാൽ ആ അരി വേവാൻ വേണ്ടി എത്ര ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും പലരും പഠിച്ചത് പ്രവാസ ജീവിതം കൊണ്ടല്ലേ. മനസ്സിലാക്കുക. കൂട്ടുജീവിതം, സഹവർത്തിത്വം, വ്യത്യസ്ത ഭാഷാ സംസ്കാരമുള്ളവരുമായി സഹകരിക്കാൻ സാധിച്ചതും, അതേപോലെ അഷ്ടദിക്കിലുള്ള ആളുകളുമായി എങ്ങനെ ഒന്നിച്ച് ജീവിക്കണം, എങ്ങനെ ഒന്നിച്ച് ജോലി ചെയ്യണം എന്ന് പഠിപ്പിച്ചതും പ്രവാസമാണ്. മാത്രമല്ല വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കാൻ ഉറുദുവും അറബിയും ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളെല്ലാം സ്ഫുടമായി പലരെയും സംസാരിക്കാനും എഴുതാനും വേണമെങ്കിൽ പറയാം ഒക്കെ പഠിപ്പിച്ചത് പ്രവാസ ജീവിതങ്ങളാണ്. ഇങ്ങനെ എത്ര പ്രവാസ ജീവിതം കൊണ്ട് നേടിയെടുക്കാൻ പലർക്കും സാധിച്ചു. പ്രവാസ ജീവിതം സമ്മാനിച്ചത് കുറച്ചൊന്നുമല്ല. സ്വന്തമായ ജീവിതം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിന്റെ ഭാവി ജീവിതം അത് നന്നാക്കാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. പലർക്കും ചിലപ്പോൾ പലരും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സഹോദരിയെ കെട്ടിക്കാൻ, അതല്ലെങ്കിൽ സ്വന്തമായി വീടുണ്ടാക്കാൻ, ഇങ്ങനെ പലതായ കാര്യങ്ങൾക്ക് വന്നതായിരിക്കും. ആ സമയത്ത് സ്വന്തം ജീവിതം മറന്നുകൊണ്ടായിരിക്കും പലരും ജീവിച്ചിട്ടുണ്ടാകുക. തന്റെ ജീവിതം അല്പം പിറകോട്ടായെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ജീവിതം നൽകാൻ സാധിച്ചല്ലോ എന്ന ആ മനസ്സിന്റെ അകത്തളത്തിലുള്ള ആ സന്തോഷമുണ്ടല്ലോ, അത് പ്രവാസ ജീവിതം സമ്മാനിച്ചതല്ലേ. ഇതിനു പുറമെ എന്തെല്ലാം സന്തോഷങ്ങൾ ഓരോ പ്രവാസിക്കും പറയാനുണ്ട്. ഇതിനെല്ലാം പുറമെ വ്യക്തിയെ സംശുദ്ധമാക്കി അതിന് വഴിയൊരുക്കിയതായതാണ് പ്രവാസ ജീവിതമാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രവാസ ജീവിതം കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. പലരും പ്രവാസികളെ സംബന്ധിച്ച് പറയാറുണ്ട്, മെഴുകുതിരി പോലെ ഉരുകുന്നവരാണ് പ്രവാസികൾ എന്ന്. അത് ശരിയല്ല. അങ്ങനെയല്ല പറയുന്നത് ഉചിതം. മറിച്ച് നിരവധി സന്തോഷ സൽഗുണ സമ്പത്തിന്റെ ഉടമയാണ് പ്രവാസി എന്ന് പറയുന്നതല്ലേ ഗുണകരം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.